ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച കർക്കിടക വാവുബലിയാണ്. അപ്പം എല്ലാ സ്ത്രീജനങ്ങളും അല്പം തിരക്കിലായിരിക്കും. എന്നാലും ഞാനും തിരക്കിലാണ്. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ നിന്നും കട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്, നിങ്ങളുമായിട്ടൊന്ന് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എല്ലാ വീടുകളിലും, എൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിൽ ഇന്ന് ഫുള്ള് ക്ലീനിങ് ആണ്. നമ്മുടെ കുടുംബ കല്ലറകളെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് ഹസ്ബൻഡ് പോയി കല്ലറയെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ, സഹോദരിയുടെ കൊച്ച്, അപ്പോൾ അവരുടെ എല്ലാം കല്ലറ, ഈ 3 കല്ലറയാണ് നമ്മളെ കുടുംബ വീട്ടിലുള്ളത്. അതെല്ലാം ക്ലീൻ ചെയ്ത് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട് പിന്നെ എല്ലാം നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് തുടച്ച് തൂത്ത് നമ്മളിപ്പം എന്നും ചെയ്യുന്ന ജോലികളായിരിക്കും. എന്നാലും ഇന്ന് പ്രത്യേകിച്ച് നമ്മളത് ചെയ്യണം. കാരണം നാളെ രാവിലെ ഇന്നത്തെ ആ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ രാവിലെ കുളിച്ചിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഗോതമ്പ് മാവിലെ ഒന്നുകിൽ പുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. രാത്രി പിന്നെ ചോറ് കഴിക്കില്ല കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ബലിയിട്ടപ്പം എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടെ ചെറിയൊരു പുകയുടെ ഒരു ഇത് കാണുന്നുണ്ട്. ഭയങ്കര കൊതുവാണ് കേട്ടോ. അതിന് ഞാൻ കൊതുക് തിരി കത്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പുകയാണ്. അതൊരു ഡിസ്റ്റർബ് ആവണമെന്ന് തോന്നുന്നു. ഞാനത് മാറ്റിയേക്കാം. ഇരിക്കാൻ വയ്യട്ടാ. ഇപ്പം നമ്മളിന്ന് ഫുള്ള് പുറത്തൊക്കെ നിറയെ മഴ വെള്ളമൊക്കെ നിന്നതായിരുന്നു. അങ്ങനെ എല്ലായിടവും ഇന്ന് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ കൊതുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഭയങ്കര കൊതുവിൻ്റെ ശല്യമാണ്. അതിന് എൻ്റെ കയ്യിലിങ്ങനെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബലിയിടുന്നത് ആദ്യം മുതലേ പച്ചരി ചോറാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. പച്ചരി ചോറും ഒരു നേരത്തെ ആഹാരം അച്ഛൻ കഴിക്കാറുള്ളൂ. രാവിലെ കാപ്പിയൊന്നും കുടിക്കാറില്ല. നമ്മൾ രാവിലെ ദോശ, അപ്പോ അല്ലെങ്കിൽ ഗോതമ്പ് മാവിലെ പുട്ടോ ഒന്നും കഴിക്കില്ല. ഉച്ചയാവുന്ന സമയത്ത് പച്ചരി ചോറും എല്ലാ പച്ചക്കറിയും കൂടെ ഇട്ട ഒരു അവിയലും ഒരു ചമ്മന്തിയും, ഇത്രയാണ് അച്ഛൻ കഴിക്കുന്നത്. പിന്നെ രാത്രിയൊന്നും അച്ഛൻ ആഹാരം കഴിക്കില്ല. വൈകുന്നേരത്തെ ഒരു ചായയോ അങ്ങനെ എന്തോ കഴിക്കുള്ളൂ. ആ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടാണ് ഇത്രയും നാളും എൻ്റെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ബലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കും ബലിയിടുന്നത് പിന്നെ നമ്മൾ പച്ചരി ചോറല്ല, അല്ലാത്ത സാധാ ചോറും എല്ലാ പച്ചക്കറിയും കൂടെ ഇട്ട ഒരു അവിയലും പിന്നെ തൈരും ചമ്മന്തി, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേനും അതിൽ ഉള്ളി ചേർക്കില്ല കേട്ടോ. അപ്പം ഈ കർക്കിടക വാവിന് മാത്രമല്ല, നമ്മളല്ലാതെ സാധാരണ ഇപ്പോൾ തിങ്കളാഴ്ച വ്രതം പിടിക്കുകയാണെങ്കിലോ ശിവരാത്രി വ്രതം പിടിക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അവരൊക്കെ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും നമ്മൾ ചമ്മന്തി ചെയ്യുമ്പോഴത്തേനും അതിൽ ഉള്ളി അരയ്ക്കില്ല. ഉള്ളി ചേർക്കാതെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പം ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ചെയ്ത ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാരിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വിശദവിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഉള്ളി ചേർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഉള്ളി ചേർത്തുള്ള കറികളൊന്നും അന്ന് വെച്ച് കൊടുക്കില്ല. ഒരു ദിവസം പിറ്റേന്ന്, അതായത് ബലി ഇടുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ അവർ വെള്ളമൊന്നും കുടിക്കില്ല, ചായ അങ്ങനെ ഒന്നും കുടിക്കാതെ തന്നെ രാവിലെ പോയി ബലി ഇട്ടിട്ട് വരുന്ന സമയത്ത് വന്നതിന് ശേഷമാണ് ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നത്. ഇവിടെ ഹസ്ബൻഡ് ചെയ്യുന്നത് ചായ പോലും കുടിക്കില്ല, വെയിറ്റ് ചെയ്യും. എപ്പോഴെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അന്ന് വെളുപ്പിനൊക്കെ എണീറ്റ് പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം ചെയ്ത് വെക്കും. തലേ ദിവസം പച്ചക്കറികളെല്ലാം അരിഞ്ഞ് തേങ്ങയെല്ലാം ചിരകി ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജോലി ഒതുക്കിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. രാവിലെ വെളുപ്പിനെ എണീറ്റ് തന്നെ നമ്മളെല്ലാ പാചകങ്ങളും ചെയ്യും. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് സദ്യ വെച്ച് കൊടുക്കാൻ പറ്റും. എല്ലാം വെച്ച് നമുക്ക് സദ്യ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ വന്നതിന് ശേഷം വെച്ച് കൊടുത്ത് ആ ചോറാണ് കഴിക്കുന്നത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വെയിറ്റ് ചെയ്യും. എപ്പോഴെങ്കിലും നമ്മൾ സദ്യ ഒരുക്കുമ്പോൾ അത് വെച്ച് കൊടുത്ത് അതാണ് കഴിക്കുന്നത്. അത് ഇത്രയും നാളുള്ള ശീലം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ബലിയിടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ശീലങ്ങളാണല്ലേ. അപ്പം അതിൽ അങ്ങോട്ട് നമുക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്രയും നാൾ ചെയ്തു വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊച്ചിനും ഒക്കെ നമ്മൾ ആഹാരമെല്ലാം വെച്ച് കൊടുത്ത് ഹസ്ബൻഡ് ചോറ് കഴിച്ചതിന് ശേഷം
ഞാൻ ഇവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകും. കാരണം അവിടെ എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബലിയിടുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ടൊന്ന് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരികെ വരും. ഞാൻ ഇത്രയും നാൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നാളെയും ഇനി അങ്ങനെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതൊരു സന്തോഷമാണ് കേട്ടോ. കാരണം അവിടെയും അച്ഛൻ അമ്മ രണ്ടുപേരും അല്ലേ ഉള്ളൂ. ഞാനും ചേച്ചിയും വന്നാലല്ലേ അവിടെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വരും, ചേച്ചിയും കഴിവതും വരും. ഇപ്പം അവരവരുടെ വീടുകളിൽ, നമ്മുടെ കുടുംബ വീടുകളിൽ, അതായത് ഹസ്ബൻഡിൻ്റെയൊക്കെ വീടുകളിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോകും. അപ്പം ഇവിടെ ഒരു 9-9:30 മണിയാകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിയുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് പോകും. അങ്ങ് പോയതിന് ശേഷം അവിടെയും കൂടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരുന്നും ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് ചോറ് കഴിക്കും. അതിനുശേഷം അവിടെയും അപ്പം നമ്മളന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. കാരണം എല്ലാം കൂടെ ഒന്നും കഴിയില്ല. എല്ലാം ഈ സദ്യയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് ജോലികളില്ല. എൻ്റെ ഇടയിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ പിന്നെ ഹസ്ബൻഡും കഴിക്കില്ല. പിന്നെ നമുക്ക് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഞാൻ കഴിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് രാവിലെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചോറ് കഴിച്ചിട്ട് വൈകുന്നേരം തിരികെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കർക്കിടക വാവിൻ്റെ ആഘോഷങ്ങൾ. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഓരോ നാട്ടിലെ എനിക്കിപ്പോൾ അറിയാവുന്നുള്ള ഏകദേശം ട്രിവാൻഡ്രം ജില്ല, നമ്മുടെ ഈ കന്യാകുമാരി ഈ സ്ഥലം ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് പേര് എനിക്ക് അറിയാമെന്നുള്ള ഒരു ആൻറ്റി പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവർ ഒരിക്കൽ, അതായത് നമ്മൾ കർക്കിടക വാവിൻ്റെ തലേ ദിവസം തന്നെ പോയി അവരെല്ലാവരും അന്ന് അതായത് സദ്യയൊക്കെ കഴിക്കും. വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അന്ന് ഒരു നേരത്തെ സദ്യ ഉണ്ടാക്കി കഴിച്ച് ശേഷം പിറ്റേന്ന് രാവിലെ പോയി ആരാണോ ബലിയിടാനുള്ളത് അവർ പോയി ബലിയിടും. ബലിയിട്ട് അതോടെ അവരുടെ ചടങ്ങുകൾ തീരും. പിന്നീട് ഈ ആഹാരം വെച്ച് കൊടുക്കുകയോ ബലിയിട്ടതിന് ശേഷം വന്ന് അവർ വീട്ടിൽ ആഹാരം വെച്ച് കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം തലേ ദിവസമാണ് അവർ വെച്ച് കൊടുക്കുന്നതും ബലിയിടാനുള്ള ആൾ സദ്യ കഴിക്കുകയോ അവർക്ക് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം പിറ്റേന്ന് പോയി ബലിയിടുന്ന അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വേറൊരു രീതിയിലുള്ള ആചാരം. അതായത് പിറ്റേന്ന് ഒന്നും ഒരു ഇതില്ല, ഈ ബലിയിടുന്ന ആൾ തന്നെയാണ് എല്ലാം കഴിച്ച് പോയി ചെയ്ത് അതോടെ അവരുടെ ബലിയിടുന്നതോടെ അവരുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടത്തേക്ക് ആചാരം ഇങ്ങനെയാണ്. തലേ ദിവസം പോയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെയുള്ള ആചാരമാണ് ഇവിടെയൊക്കെ നടത്തുന്നത്. നമുക്ക് അതായത് ഇവിടെ ഉള്ളവർക്കെല്ലാം ഈ ആചാരം ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. കാരണം നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഇതല്ലേ ചെയ്തു വരുന്നത്. അപ്പോൾ അതിനൊരു മുൻതൂക്കം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെയും ഇപ്പോൾ അഭിപ്രായത്തിനനുസരിച്ചിട്ടല്ല, നമ്മൾ വർഷങ്ങൾ കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴും ചെയ്തു പോകുന്നത്. ഇതാണ് നമുക്കിഷ്ടം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ ഉള്ള ആചാരങ്ങളാണ്. എല്ലാ വീടുകളിലും ഇവിടെ ഏകദേശം എനിക്ക് പരിചയമുള്ള നമ്മുടെ ഹിന്ദുക്കളുടെ വീടുകളിലെല്ലാം ബലിയിടുന്ന വീടുകളിലുള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഹിന്ദുക്കൾ മാത്രമല്ല കേട്ടോ, അന്ന് അല്ല ബലിയിടുന്ന വീട്ടിലെ ആൾക്കാർ മാത്രമല്ല, അന്ന് അല്ലാത്ത ആൾക്കാരും അവരുടെ വീടുകളിലൊക്കെ ചെറിയൊരു സദ്യ പോലെയൊക്കെ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കണമുണ്ട്. പിന്നെ സഹകരണമുള്ള നാടാകുമ്പോഴത്തേന് നമ്മൾ പ്രത്യേകിച്ച് പ്രഥമനൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് അതും ഒരു സന്തോഷമാണ് അന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു മിക്സഡ് ഏരിയയാണ്. മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ മുസ്ലിംസ് അവരുടെ റംസാനും അതിനൊക്കെ ബിരിയാണി ആ കാര്യങ്ങളൊക്കെ ഹിന്ദുക്കൾക്ക് ഷെയർ ചെയ്യും. അതുപോലെ ഹിന്ദുക്കൾ കർക്കിടക വാവ്, പിന്നെ ഓണം, ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസിനൊക്കെ, വിഷു, ഇതിനൊക്കെ നമ്മൾ പ്രത്യേകിച്ചിട്ട് മധുരമൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് അങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെയുള്ള ഒരു മിക്സഡ് ഏരിയയാണ്, മിക്സഡ് കാസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. നല്ല സഹകരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മൾ വേറെ ഉണ്ട് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പം ചക്കയുടെ സീസണാണ് കേട്ടോ. അപ്പം നമ്മുടെ ഏരിയയിൽ ഒരു വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ കായ്ക്കാത്ത പ്ലാവുകളുള്ള വീടുകളുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചക്ക എടുത്തപ്പോൾ നമ്മളെ വീട്ടിലെ ഇപ്രാവശ്യം നമ്മുടെ പ്ലാവിൽ ഒരു 10-15ഓളം ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് ഒരാൾ കയറി 2 പ്രാവശ്യമായിട്ട് ഏകദേശം പകുതി വീതം അടത്തിട്ടിട്ട് നമ്മൾ അന്ന് തന്നെ എല്ലാ ഇവിടങ്ങളിലുള്ള വീടുകളിലൊക്കെ ഒന്ന് വേണമെന്നുള്ളവർക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്, പകുതി കൊടുക്കണമെന്നുള്ളവർക്ക്. ഇത് എന്ന് വെച്ചാൽ അത് നമ്മുടെ സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ചക്ക തീർന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ പ്ലാവിലെ ചക്കയൊക്കെ അത് വിളഞ്ഞ ആ സമയമായപ്പോൾ അവരും ഷെയർ ചെയ്യും.
അപ്പം അങ്ങനെ ഒരു ഇതാണ് കേട്ടോ നമ്മളെ ഏരിയയിൽ. എല്ലാവർക്കും നല്ല സഹകരണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാം ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു ഏരിയയാണ് നമ്മളത്. അതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ്. പിന്നെ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പം ഉള്ള ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ്, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. അതിന് ദൈവത്തോട് നന്ദി പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്നും ഈ സഹകരണങ്ങളും ഈ സന്തോഷമൊക്കെ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട്. അതല്ലേ ഒരു ഭാഗ്യം എന്ന് പറയണം. അല്ലാതെ നമ്മുടെ ഒരു ഏരിയയിൽ താമസിക്കുമ്പോഴത്തേനും കുറച്ച് ആൾക്കാർ മിണ്ടുകയും കുറച്ച് ആൾക്കാർ സഹകരണം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ തന്നെ എപ്പോഴും നെഗറ്റീവ് ആകുകയും നമുക്ക് തന്നെ ഒരു ഫംഗ്ഷനും പങ്കെടുക്കാൻ പറ്റാതെയും നമ്മളെപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരിക്കും. മറ്റേത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ സുഖമാണോ എന്ന് ചോദിക്കാനും എവിടെ പോയി എന്ന് ചോദിക്കാനും, അല്ലെങ്കിൽ ഒരു കല്യാണം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, നീ വരുന്നോ കൂടെ, ഞാൻ പോകുന്നു, നീ കൂടെ വരുന്നോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഒറ്റയ്ക്ക് പോണതിനെ കാട്ടി നമുക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടിനുണ്ടാവണം. എനിക്ക് അങ്ങനെ അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഈ പുക ഒരു ഭയങ്കര ഒരു ശല്യമായിരിക്കണം. കൊതുകുതിരി ഏകദേശം കത്തി തീരാറായിട്ടുണ്ട്. അപ്പം പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. പിന്നെ ഇത്തിരി തിരക്കുള്ള ദിവസമാണ്. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തിക. ബായ്.